ഇപ്പോൾ നമ്മൾ എന്താ ഈ സാർക്ക് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു രാജ്യവും നമ്മളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള നിലപാടുണ്ട്. നോക്കൂ, ചൈന സാർക്ക് രാജ്യമല്ല എങ്കിൽ പോലും ചൈന നിരന്തരമായി നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ പല പ്രദേശങ്ങളുടെയും പേരുകൾ തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവിടെ കിട്ടെ, അത് വേറൊരു ത്രെട്ടാണെന്ന് പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, അഫ്ഗാനിസ്ഥാൻ ക്ഷമിക്കണം, ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ, ചെറു രാജ്യങ്ങളായ മ്യാൻമാറോ ഭൂട്ടാനോ ഒക്കെ ആയിക്കൊള്ളട്ടെ, നമ്മളോടൊരു ആദരവ് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ലോകം എങ്ങനെ നമ്മളെ ബഹുമാനിക്കും? നമ്മുടെ ഒരു വലിയ വിപണി ഉണ്ട് എന്ന് വിചാരിച്ച് ഒരുപക്ഷെ അമേരിക്കയും ഫ്രാൻസും ഒക്കെ തന്നെയും നമ്മൾക്ക് ഇപ്പോൾ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഇവർക്കൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇട്ട കുപ്പായം ഇട്ട് വരുമായിരിക്കും. കാരണം അത് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ വിദേശ നയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുക നിങ്ങളുടെ തൊട്ടടുത്ത രാജ്യം എങ്ങനെ നിങ്ങളോട് പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ രാജ്യത്തോട് വലിയ രീതിയിൽ അകലം കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയെ പോലുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. അതായത് എങ്ങനെയാണ് 1803 മുതൽ രാമനാഥപുരം രാജാവിൻ്റെ സെമിനാരിലായിരുന്നു കച്ചദ്വീപ് എങ്കിൽ തന്നെയും നമ്മൾ പല ഘട്ടങ്ങളിൽ അത് പരിശോധിക്കുകയുണ്ടായി. അത് പരിശോധനയിലൂടെയാണ് ആദ്യം ജവഹർലാൽ നെഹ്റു സർക്കാർ, പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുത്ത. ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, 1874-76 സർവേ കച്ചദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്രാസ് പ്രസിഡൻസിയുടെ കയ്യിൽ ഐലറ്റിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രേഖയുമില്ല. 3, 1920 മുതൽ ജൂറിസ്ഡിക്ഷൻ ശ്രീലങ്കയ്ക്കാണ്. 74 വിദേശകാര്യ സെക്രട്ടറി എം കരുണാനിധി ചർച്ചയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീലങ്കയെയാണ് ചരിത്രപരമായ വസ്തുതകൾ പിന്തുണയ്ക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. പിന്നെയാണ് ഈ രാമനാഥപുരം രാജാവിൻ്റെ സെമീൻഡാറിൽ, അത് 1803 അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വെള്ളം ഈ പറയുന്ന കടലിടുക്കിലൂടെ ഒഴുകി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയിൽ നോക്കൂ, 1976 ശേഷം ഇന്ത്യ ശ്രീലങ്ക ബന്ധം മെച്ചപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കച്ചദ്വീപ് വിട്ടുകൊടുത്തു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ചെറിയ ഭൂവിഭാഗമുള്ള ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂവിഭാഗമുള്ള ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ മേഖലയിലെ മെച്ചപ്പെട്ട ബന്ധം ശ്രീലങ്കയുമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ മാൽദ്വീപ്, നേരത്തെ സുജിയ തന്നെ ചൂണ്ടിക്കാണിച്ച മാൽദ്വീപ് ഇതിനകം തന്നെ ചൈനീസ് പക്ഷത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. വളരെ സ്ട്രാറ്റജിക്കൽ പോയിൻ്റാണ് ചൈനയുമായുള്ള സംഘർഷത്തിൽ നമുക്ക് മാൽദ്വീപ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ശ്രീലങ്ക, നേരത്തെയുള്ള ഭരണാധികാരികളുടെ കീഴിൽ ശ്രീലങ്ക ചൈനയുമായി കൂടുതൽ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ കൂടുതൽ സഹായം നൽകിക്കൊണ്ടാണ് ശ്രീലങ്കയെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഈ കെടുതി മൂലം സ്വാഭാവികമായിട്ടും ശ്രീലങ്കയ്ക്ക് ഇക്കാര്യത്തിൽ നിലപാടുണ്ടാകും. അതുകൊണ്ട് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ ചർച്ചയിലിരിക്കുന്ന 4 പേരോട്, ഞാൻ അടക്കമുള്ള 4 പേർക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ മുൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിനെ ഒരു പ്രധാനമന്ത്രി തള്ളി പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, അവിശ്വാസ പ്രമേയ ചർച്ച വരുന്ന സമയത്ത് 17 തവണ ജവഹർലാൽ നെഹ്റുവിനെ തള്ളിപ്പറയുന്നത് പോലെയല്ല മുൻ സർക്കാരിൻ്റെ കാലത്തെ കരാർ തള്ളിപ്പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കാണിക്കേണ്ടതായിരുന്നു. തമിഴ്നാട്ടിലെ ചില്ലറ വോട്ടുകൾ 19-ാം തീയതി തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ തമിഴ്നാട്ടിലെ ചില്ലറ വോട്ടുകൾക്ക് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ തരം താഴരുതായിരുന്നു. Meet the editors.